വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകം ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇത്തവണ വേൾഡ് കപ്പിന് വേണ്ടി. നിലവിൽ ഇന്ത്യൻ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കിയിരുന്ന വാർത്തയായിരുന്നു വേൾഡ് കപ്പിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഇതുവരെ ഒരു ബ്രോഡ്കാസ്റ്റേഴ്സും മുന്നോട്ട് വന്നിട്ടില്ല എന്നത്. പലരുടെയും ഓഫർ ഫിഫ നിരസിക്കുകയും ചെയ്തു. ഒരുപാട് മുൻപ് ഏറ്റെടുക്കുന്ന സോണി പോലുള്ള ചാനലുകൾ മുൻപോട്ട് വരാത്തതും തിരിച്ചടിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു വാർത്ത വന്നിരുന്നത്. നിലവിൽ ഫിഫ വേൾഡ് കപ്പിനെ ഇന്ത്യയിലെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വരുമെന്നായിരുന്നു റിപ്പോർട്ട്. നിലവിൽ ജിയോ ഹോട്ട്സ്റ്റാർ 2026 വേൾഡ് കപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഓഫറിനേക്കാൾ കൂടുതൽ മൂല്യം നൽകിക്കൊണ്ട് സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡ് ആ ഓഫർ ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. സി എന്റർപ്രൈസസ് ഇതിനായി പുതിയ 4 ചാനലുകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 4 ചാനലുകളാണ് ഉൾപ്പെടുന്നത്. യുണൈറ്റഡ് സ്പോർട്സ് 1, യുണൈറ്റഡ് സ്പോർട്സ് 1 HD, യുണൈറ്റ് 2 സ്പോർട്സ് HD എന്നിങ്ങനെ 4 ചാനലുകളാണുള്ളത്. യുണൈറ്റഡ് സ്പോർട്സ് ഹിന്ദിയിലും യുണൈറ്റഡ് സ്പോർട്സ് 2 ഇംഗ്ലീഷിലുമാണ് സംപ്രേഷണം ചെയ്യപ്പെടുക. ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി, ബാഡ്മിൻ്റൺ, ഗുസ്തി, ബോക്സിംഗ് എന്നിവയാണ് അവരിതിൽ സംപ്രേഷണം ചെയ്യപ്പെടുക. ഏതായാലും വേൾഡ് കപ്പ് ഇന്ത്യയിലുള്ള നമുക്ക് സി ചാനലിലൂടെ കാണാനാകും. ഇത് വളരെ വലിയ ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. കൂടുതൽ ഒഫീഷ്യൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.